ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 കൊടൂര തൂക്കിയടി തന്നെയാണ് ബോക്സ് ഓഫീസിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം കത്തിച്ചുവെങ്കിൽ രണ്ടാം ദിനം മണിക്കൂറിൽ 22,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഓവറോൾ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കേരളത്തിൽ നിന്നുള്ള കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 10,83,00,000 രൂപ എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കർണാടകത്തിൽ നിന്ന് 2,94,00,000 രൂപ നേടിയെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 2,18,00,000 രൂപ, തമിഴ്നാട്ടിൽ നിന്ന് 1,30,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,38,00,000 രൂപ. അങ്ങനെ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി 18,63,00,000 രൂപയാണ് സിനിമയ്ക്ക് ആദ്യ ദിനം ലഭിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത്. 2,514ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 5,87,000 ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ ഈ ആദ്യ ദിനം വിറ്റത്, അതായത് ഈ ഒരു സിനിമയ്ക്ക് 10 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വേൾഡ് വൈഡായി വിറ്റിരിക്കുന്നു. അതിൽ തന്നെ 5,87,000 ടിക്കറ്റുകൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു റെക്കോർഡ് തന്നെയാണ്. ഇനി നമുക്ക് ഓവർസീസ് റാമ്പേജിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ UK അയർലൻഡിൽ നിന്ന് സിനിമയ്ക്ക് 4 കോടി നേടാൻ കഴിഞ്ഞു. USA കാനഡയിൽ നിന്ന് 3,75,00,000 രൂപ നേടാൻ കഴിഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്ന് 1,20,00,000 രൂപയും ന്യൂസിലാൻഡിൽ നിന്ന് 28,00,000 രൂപയും. അങ്ങനെ 10 കോടിക്കടുത്താണ് സിനിമയ്ക്ക് ഈ ഒരു റീജിയനിൽ നിന്ന് മാത്രമായി ലഭിച്ചിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ളതാണ്. ഇനി നമ്മൾ ബുക്ക് മൈ ഷോയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ദൃശ്യം 3ക്ക് 5,87,000 ടിക്കറ്റുകൾ വന്നപ്പോൾ തുടരുമെന്ന ചിത്രത്തിന് 4,19,000 ആയിരുന്നു ആദ്യ ദിനം വന്നത്. എമ്പുരാന് 3,79,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു സിനിമയോടുള്ള സ്നേഹമല്ല, മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള സ്നേഹമാണ് തീർച്ചയായും ഈ ഒരു സിനിമയിൽ കാണുന്നത്. വേറെ ഒരു നടനും അവകാശപ്പെടാനില്ലാത്ത തരത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഏക വ്യക്തി എന്ന് തന്നെ പറയാം ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ആ സ്നേഹമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ബോക്സ് ഓഫീസിൽ. അത്ര ഇഷ്ടമാണ് ആളുകൾക്കെന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റും അതുതന്നെയാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇന്ന് അല്ലെങ്കിൽ ഇതുവരെ ഭൂമിയിൽ വേറെ ഒരാളും വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്ര സിമ്പിളായിട്ട് ഈ ഒരു സിനിമയുടെ ക്യാരക്ടറിനെ, ജോർജ് കുട്ടിയെ നമ്മളിലേക്ക് എത്തിച്ചു. വളരെ സിമ്പിളാണെന്ന്, ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇനി നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയുന്നത് റെഡ് അലേർട്ട് മാത്രമാണ്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെ ഒന്നുമില്ല. ഇനി നോർത്ത് അമേരിക്കയിൽ നോക്കിയാലും അവിടെയും റെഡ് അലേർട്ടാണ്. ഇന്ന് നമുക്ക് പ്രീസെയിൽ തന്നെ ഏകദേശം 7 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതായത് രണ്ടാം ദിനവും സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നോർത്ത് അമേരിക്കയിൽ ഡേ 1-ൽ $230,000 മുകളിലെത്തി. ഓപ്പണിംഗ് ടു 450 എന്നുള്ള ലെവലിലാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നത്. എന്തായാലും അടിച്ച് തൂക്ക് തുടരുകയാണ് സിനിമ. ആദ്യ ദിനം 60 കോടിയെങ്കിലും നേടുമെന്നുള്ളതാണ്. രണ്ടാം ദിനം ഇപ്പോൾ തന്നെ പ്രീസെയിലൂടെ വേൾഡ് വൈഡായിട്ട് 22 കോടി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം 88-90 കോടിയോളം വേൾഡ് വൈഡായിട്ട് ഈ സിനിമ ഇന്നത്തോടെ നേടും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സ്ലാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട.